ഹലോ മക്കളെ, ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോമിസ് ഞാൻ തരാൻ പോവാണ്. അതായത് ഈ വീഡിയോ നിങ്ങൾ കണ്ട് തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷ, അതിനുശേഷം വരാനുള്ള അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക് എക്സാം, ഈ രണ്ട് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാൻ, കംപ്ലീറ്റ് സിലബസ് തീർത്ത് പരീക്ഷ ആകുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് നമ്മുടെ പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ, അത് ചിലപ്പോൾ 100% ആവും, ചിലപ്പോൾ 98 ആയിരിക്കും, ചിലപ്പോൾ 95 ആയിരിക്കും, ചിലപ്പോൾ 92 ആയിരിക്കും, വാട്ടെവർ. ആ ഏറ്റവും നിങ്ങളുടെ ബെസ്റ്റ് മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്ലാൻ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. അല്ല, ആ പ്ലാൻ നിങ്ങളുടെ കയ്യിൽ കിട്ടും, ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ കിട്ടും. പിന്നെയുള്ള ചോദ്യം, നിങ്ങൾ അത് വെച്ച് എന്ത് ചെയ്യുന്നതാണ്. നിങ്ങൾ അത് വെച്ച് അത് പ്രകാരം പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, ഡെഡിക്കേറ്റഡ് ആയി സിൻസിയർ ആയിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ആ ടാർഗറ്റ് സ്കോർ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ എന്താണ് പ്ലാൻ, എങ്ങനെയാണ് പ്ലാൻ ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ആലോചിക്കുന്ന, സാർ ഞാനൊന്നും പഠിച്ചില്ല, വളരെ കുറച്ച് ചാപ്റ്റർ മാത്രമേ എനിക്ക് കാര്യമുള്ളൂ, അപ്പോൾ എനിക്ക് ഈ പ്ലാൻ കൊണ്ടൊക്കെ കാര്യമുണ്ടോ? മക്കളെ, നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കാര്യമുള്ളത്. കാരണം ഒന്നും പഠിക്കാത്ത ആൾക്ക് എന്താണ്, ഈ ഒരു വലിയൊരു ഗ്രൗണ്ട്, ഒരു വലിയ മൈതാനം എന്താണ് ഫുൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കാണ് ഏറ്റവും എളുപ്പത്തിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ, നിങ്ങൾ പഠിച്ചോ പഠിച്ചില്ലയോ എന്നുള്ള വിഷയമുള്ള കാര്യമല്ല. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടോ, ആ പ്ലാൻ പ്രകാരം നിങ്ങൾ ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകാനാണ് റെഡിയെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഏറ്റവും ബെസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്ലാൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴത്തെ നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ റിയാലിറ്റി? നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്. തൊട്ടടുത്ത ചെക്ക് പോയിന്റ് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തൊട്ടടുത്ത് നമ്മൾ നേരിടാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയാണ്. അതിന് കുറേ സമയം ഇനി ബാക്കിയില്ല, ഒരാഴ്ചയോളം സമയം ബാക്കിയുള്ളൂ. പക്ഷേ ആ ഒരു ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ്, എങ്ങനെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരും. പക്ഷേ ഒരാഴ്ചയുള്ളൂ ക്രിസ്മസ് പരീക്ഷ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതിൻ്റെ മാർക്ക് നമുക്ക് പിന്നീട് യൂസ്ഫുൾ ആവില്ലെങ്കിലും അതിൻ്റെ മാർക്ക് നമുക്ക് ടീച്ചേഴ്സ് അതിനെപ്പറ്റി ചർച്ച ചെയ്യും, പേരൻസിന് കാണിക്കേണ്ടി വരും. മാത്രമല്ല നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്ററോ അല്ലെ കോൺഫിഡൻസ് കില്ലറോ ആവും. നല്ല മാർക്ക് കിട്ടിയാൽ, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടിയാൽ നല്ല കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരിക്കും പിന്നീടുള്ള പഠനത്തിന്. ഇല്ലെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. എന്തായാലും അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അതിന് ശേഷവും വരുന്നുണ്ട്, കഴിഞ്ഞില്ല. അടുത്ത് വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം, കുറച്ചും കൂടി ദിവസങ്ങൾ, ഒരു 55 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയാണ് നിങ്ങളുടെ മോഡൽ എക്സാം. ആ മോഡൽ എക്സാമും കഴിഞ്ഞ് നിങ്ങളുടെ ഫൈനൽ എക്സാം, പബ്ലിക് എക്സാം. കുറച്ച് സമയം ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. ഞാൻ മാർച്ച് 1 കൊടുത്തത് കുറച്ച് ഏർലി ആയിട്ട് കൊടുത്തതാണ്. പക്ഷേ ഒരു 8 to 15 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാം വരും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ടൈം ലൈൻ. അത് നിങ്ങൾ പഠിച്ചവരാണെങ്കിലും പഠിക്കാത്തവരാണെങ്കിലും എല്ലാവർക്കും സെയിം ടൈം ലൈനാണുള്ളത്. ഇനി പല കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പം അവർക്ക് എന്തുകൊണ്ടോ മനസ്സിലാവാത്തൊരു കാര്യം, അവർക്ക് കുറേ സമയം ഇല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ പ്രശ്നമുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നത്, സാർ കുറേ സമയമില്ലേ, ഡിസംബർ ഉണ്ട്, ജാനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, പിന്നെ മാർച്ചിലല്ലേ പരീക്ഷ, അത് 3 മാസം കുറേ സമയം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിയാലിറ്റി എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നതെന്ന് അറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കും മക്കളെ, നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ, ഈ കൊടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ എത്ര ദിവസം ആക്ച്വലി ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം? ഈ ദിവസങ്ങൾ പറ്റുമോ ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി? പറ്റുമോ? ഇല്ല. ഈ മോഡൽ എക്സാം നടക്കുന്ന ദിവസങ്ങളിൽ ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അത് ആ മോഡൽ എക്സാമിൻ്റെ പരീക്ഷയുടെ മുൻപുള്ള റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനേ ഉപയോഗിക്കാൻ പറ്റും. ഈ ക്രിസ്മസ് എക്സാമിൻ്റെ ഇടയിൽ എന്താണ് കുറേ ചാപ്റ്റർ പഠിക്കലും നടക്കും? ഇല്ല. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ്, പ്രത്യേകിച്ച് പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കുറേ ഉണ്ടാവുമല്ലോ. ഒന്ന് അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാൻ നല്ലതായിരിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഫിസിക്സിൽ എത്രയുണ്ട്, മാത്സിൽ എത്രയുണ്ട്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസിൽ എത്ര ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ടെന്ന് ലിസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര ഉണ്ട്. അത് തീർക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഈ പെട്ടിയുടെ ഉള്ളിലുള്ള ദിവസങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല, പെട്ടിയുടെ പുറത്തുള്ള ദിവസങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് ഈ ദിവസം കൗണ്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് ഈ 55ഉം 7ഉം കൂടി ചേർന്നിട്ട് ഒരു 62 ദിവസങ്ങളെ ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാനുള്ളൂ. ഈ 62 ദിവസങ്ങളിൽ എത്ര ചാപ്റ്റേഴ്സ് ആക്ച്വലി പഠിക്കാനുണ്ട്? അപ്പം മക്കളെ, ഈ 62 ദിവസത്തിൽ നമുക്ക് പഠിച്ച് തീർക്കാനുള്ള, നിങ്ങളൊരു +2 വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 50 ചാപ്റ്റേഴ്സാണ്. ബയോമാത്സ് ആണ് 50 ചാപ്റ്റേഴ്സ് ആയിരിക്കും, കമ്പ്യൂട്ടർ സയൻസ് കുറച്ച് വ്യത്യാസമുണ്ടാവും. പക്ഷേ ഇത്രയും ചാപ്റ്റേഴ്സാണ്. ഇനി ഒബ്വിയസ്ലി നിങ്ങളിവിടെ ആലോചിക്കേണ്ടത്, നിങ്ങൾ ഈ 50 ചാപ്റ്റേഴ്സിൽ ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ചാപ്റ്റർ തീർത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ചില കുട്ടികൾ എന്താണ് 15 ചാപ്റ്റർ തീർത്തിട്ടുണ്ടാവും ഓൾറെഡി. അപ്പം നിങ്ങൾക്ക് എത്രയുള്ളൂ? 35 ചാപ്റ്റർ ബാക്കി പഠിക്കാനുള്ളൂ. ചിലവർ 3 ചാപ്റ്റർ പോലും തീർത്തിട്ടുണ്ടാവാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓൾമോസ്റ്റ് 50 തന്നെ ചാപ്റ്റർ ബാക്കി പഠിക്കാനുണ്ട്. ഇനി ഇതെങ്ങനെ പഠിച്ചെടുക്കും? കാരണം പഠിച്ചെടുക്കണം, അല്ലാണ്ട് നമുക്ക് എന്തായാലും നടക്കില്ല. നിങ്ങൾ ഈ ഒരു ധാരണയിലാണ് നിൽക്കുന്നത്. അല്ലാണ്ട് അതായത് ചാപ്റ്റർ ഒന്നും പഠിക്കാണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ അവസാനം കാണിച്ചിട്ട് ആക്കിയിട്ട് അവസാനം +2 നല്ല മാർക്ക് വാങ്ങുന്നതാണ് നിങ്ങൾക്ക് ധാരണയെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല.
ചാപ്റ്റർ ഫുൾ പഠിച്ച് തീർക്ക് തന്നെ വേണം, അതതിൻ്റെ രീതിയിൽ തന്നെ പഠിക്കണം, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ എങ്ങനെ ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ ഉത്തരം, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കും, അതിലൊരു സംശയമില്ല. പക്ഷേ കൃത്യമായൊരു പ്ലാൻ വേണം. ഇനി ഇതെങ്ങനെ നടക്കില്ല എന്നുകൂടി ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കാണിച്ചിട്ട് എന്താണ് അവസാനം എന്തെങ്കിലും റിവിഷനൊക്കെ ചെയ്ത് നോട്ട്സൊക്കെ എവിടെ നിന്നൊക്കെ എടുത്ത് കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുഴച്ച് മറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടുമെങ്കിൽ എന്നാണ് നിങ്ങൾ വിചാരെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം ഉള്ള മാർക്കിന് അടുത്ത് പോലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ വ്യക്തമായിട്ടൊരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം, അതുണ്ടെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം കിട്ടും. നിങ്ങളുടെ പൊട്ടൻഷ്യൽ എത്രയാണോ അത് അവിടെ കിട്ടിയിരിക്കും, അതിലൊരു സംശയമില്ല. ഇനി എന്താണ് ആ സ്റ്റഡി പ്ലാൻ? മക്കളെ, നമ്മുടെ ആ ടൈം ലൈനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ദിവസങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് കയ്യിലുള്ള ദിവസങ്ങൾ എന്താണ്? ഈ 7 ദിവസവും പിന്നെ എക്സാമിൻ്റെ ഇടയിലുള്ള ദിവസം. ഈ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ മിനിമം 20 ചാപ്റ്റർ തീർത്തിരിക്കണം. മിനിമം. അതായത് എക്സ്ട്രാ ചാപ്റ്റേഴ്സാണ് ഞാൻ പറയുന്നത്, ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് അല്ല, എക്സ്ട്രാ ചാപ്റ്റേഴ്സ്. ഇനി ഓൾറെഡി 30-40 ചാപ്റ്റർ പഠിച്ചവർക്ക് കുഴപ്പമില്ല, നിങ്ങളിപ്പോൾ എക്സ്ട്രാ അത്രയും തീർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്നത് കാര്യമായിട്ടൊന്നും പഠിക്കാത്തവർ ഒരു 20 ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ടി എയിം ചെയ്യാം. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ കഴിഞ്ഞ് 30 ചാപ്റ്റർ ബാക്കി ഉണ്ടാവുള്ളൂ, അത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഇത്ര സമയം കൊണ്ട് 20 ചാപ്റ്റർ പഠിച്ചൊരു കുട്ടിക്ക് ബാക്കി ഇത്രയും സമയം കൊണ്ട് 30 ചാപ്റ്റർ എന്താണ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അതിന് എൻ്റെ ഹെൽപ്പ് പോലും വേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് പ്ലാൻ ഉണ്ടാക്കിക്കോളും. കാരണം നിങ്ങൾക്ക് എന്താണ് കോൺഫിഡൻസ് കിട്ടി. പക്ഷേ ഇത് നമ്മൾ തീർത്തിരിക്കണം. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്? ആദ്യം നമുക്ക് ഈ 7 ദിവസം നോക്കാം. കാരണം ആ 7 ദിവസം ആക്ച്വലി ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കാൻ വേണ്ടി നമുക്ക് സമയം കിട്ടിയിരിക്കുകയാണ് ഈ 7 ദിവസം. മറ്റുള്ള ദിവസം എന്താണ്, എക്സാമിൻ്റെ തലേന്നായതുകൊണ്ട് അങ്ങനെ ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും പഠിക്കാൻ പറ്റും. ഈ 7 ദിവസങ്ങളിലാണ് നമ്മുടെ മാക്സിമം പഠിക്കേണ്ടത്. അതായത് 10 എന്ന് പറഞ്ഞാൽ എടുക്കരുത്. 10 ചാപ്റ്ററോടെ 10 ചാപ്റ്റർ, ഇതിന് മാക്സിമം ചാപ്റ്റർ എടുക്കണം. അപ്പോൾ എങ്ങനെ തീർക്കുക? നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ചാനലിൽ ഈ വീക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 7 days ചാലഞ്ച് പ്രകാരം ഇതാണ് നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടാകുക. ഈ ടൈം ടേബിളിലെ ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ എണ്ണി നോക്കിക്കുക. 1, 2, 3 ഇത് എണ്ണി നോക്കണ്ട, ബയോളജിയുടെ കാര്യം വിട്. ഇതൊക്കെ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ്, അതിൽ 16 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഈ വീക്ക് മാത്രം. മൺഡേ ടു സാറ്റർഡേ 16 ചാപ്റ്റേഴ്സാണ് നമ്മുടെ ചാനലിൽ കവർ ചെയ്യാൻ പോകുന്നത്. അതെല്ലാം തന്നെ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ്, എല്ലാം കോമഡി ചാപ്റ്റേഴ്സ് എന്നല്ല, ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആഴ്ച ജസ്റ്റ് 7:30 മുതൽ 9:30 വരെ നിങ്ങൾ ജസ്റ്റ് ലൈവിൽ വന്ന് ഒന്നിരുന്നാൽ മതി. വെറുതെ ഇരുന്നാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 16 ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും. വേറെ ഒന്നും ചെയ്യണ്ട. അതിനുശേഷം നമ്മുടെ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു 4 ചാപ്റ്ററും കൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കൂടെ തീർക്കാൻ പറ്റില്ലേ? പറ്റും. കാരണം അതിൻ്റെ മാരത്തോൺ ലൈവും പല കാര്യങ്ങളും വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 4 ചാപ്റ്ററും കൂടി തീർത്താൽ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ക്രിസ്മസ് പരീക്ഷ കഴിയുമ്പോഴേക്കും നിങ്ങളൊരു 20 ചാപ്റ്ററെങ്കിലും തീർത്ത് ബാക്കി എന്താണ് ടോട്ടൽ 50 ചാപ്റ്റർ 20 ചാപ്റ്റർ എടുത്ത് കളഞ്ഞാൽ ബാക്കി 30 അല്ലെ ചിലവർക്കത് 25-20 ചാപ്റ്ററോ ഉണ്ടാവുള്ളൂ. എന്തൊരു സമാധാനം ഉണ്ടാവും. ഒബ്വിയസ്ലി നമ്മുടെ ഗെയിം കഴിഞ്ഞില്ല, നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. പക്ഷേ ക്രിസ്മസ് പരീക്ഷ നിങ്ങൾ ആലോചിച്ചു, ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു, ജാനുവരി ആകുമ്പോഴും നിങ്ങൾക്ക് 50 ചാപ്റ്റർ ബാക്കിയുള്ളതാണ് പോലെയുള്ള അവസ്ഥയാണോ നിങ്ങൾക്ക് വേണ്ടത്? അല്ലെങ്കിൽ ജാനുവരി ആകുമ്പോൾ ഒരു 25-30 ചാപ്റ്റേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അത് പേടിക്കണ്ട, നമുക്ക് അപ്പം പിടിച്ചെടുക്കാം. പക്ഷേ ഞാൻ പറയും മിനിമം ഓക്കെ ആ ഒരു ലെവലിലേക്ക് എത്താനാണോ നിങ്ങൾക്ക് ആഗ്രഹം? ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഇനി ചൂസ് ചെയ്യാനുള്ളൂ. ഇനി നിങ്ങളുടെ ചോയ്സാണ് ആക്ച്വലി. ഇതിൽ കൂടുതൽ മോട്ടിവേഷൻ്റെ കാര്യമൊന്നും പറയാനില്ല. ഈ ഒരു സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ചോയ്സ് എടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഈ 50 ചാപ്റ്റർ പഠിക്കാണ്ട് നിങ്ങൾക്ക് +2 നല്ല മാർക്ക് കിട്ടില്ല. +2 നല്ല മാർക്ക് കിട്ടില്ല, എന്തൊക്കെ നടക്കില്ല എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവും. പക്ഷേ +2 നല്ല മാർക്ക് വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഈ 50 ചാപ്റ്റർ പഠിച്ചേ പറ്റുള്ളൂ. അതിന് പഠിക്കാൻ എത്ര ദിവസങ്ങളേ ഉള്ളൂ, അതാണ് റിയാലിറ്റി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പ്ലാൻ പ്രകാരം പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി എക്സാമിനർ ഉണ്ടാവുന്നതായിരിക്കും. എല്ലാ രീതിയിലും ചാപ്റ്റർ എടുത്തിട്ടായിക്കോട്ടെ, സ്റ്റഡി പ്ലാൻ പറഞ്ഞിട്ടായിക്കോട്ടെ, എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും വെച്ച് ഹെൽപ്പ് ചെയ്യാൻ എക്സാമിനർ റെഡി ആയിരിക്കും. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജെന്യൂനായിട്ട് കമൻറ്റ് ഇട്ട് അറിയിക്കുക. പിന്നെ ഓൾസോ നിങ്ങളുടെ പല ഫ്രണ്ട്സും ഇതുപോലെ കൺഫ്യൂഷനോടെ സ്ട്രഗിളൊക്കെ ചെയ്യുന്നുണ്ടാവും, അവർക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ പറയാം മക്കളെ. ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.